ലോകത്തെവിടെയും ഒരു മന്ത്രിസഭയ്ക്കെതിരെ പ്രതിഷേധിക്കുകയോ ആ മന്ത്രിസഭയിലെ അംഗങ്ങളായ മന്ത്രിമാർക്കെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല. അത്തരം പ്രതിഷേധങ്ങൾ വരണമെന്നാണ് ഇപ്പോൾ എൻ്റെയൊക്കെ അഭിപ്രായം. കാരണം പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. എന്നാൽ ഇത് പ്രതിഷേധമാണോ? ഇത് ജനാധിപത്യപരമായ ഒരു സമരരീതിയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് BJP സമരം ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷനകത്ത് പെട്ടെന്ന് KSUവിൻ്റെ പേരിൽ പെട്ടെന്ന് ചാടി വീണ് മന്ത്രിക്ക് നേരെ വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പ്രതികരണം ഞാൻ TV യിൽ കണ്ടു. സ്പീക്കറെ ഞാൻ ഫോണിൽ വിളിച്ചു, സ്പീക്കർ എനിക്ക് കിട്ടിയില്ല. ഇത് ഒരു ജനാധിപത്യപരമായ സമരമായി കാണാൻ പറ്റുമോ? നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് ജനാധിപത്യപരമായ സമര രീതിയല്ല. രാജീവ് ഗാന്ധിയെ മുമ്പ് ബെൽറ്റ് ബോംബ് വെച്ച് കൊലപ്പെടുത്തിയത് നമുക്കറിയാം. അതൊരു ജനാധിപത്യ രീതിയായ സമരമാണോ? ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ തടഞ്ഞുകൊണ്ട് നടത്തിയൊരു പ്രതിഷേധം നമ്മൾ കണ്ടു. അത് ജനാധിപത്യപരമല്ല. അപ്പോൾ ആർക്കും എങ്ങനെയും പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ വേണം ഒരു 10 ആൾക്ക് ചാടി വന്ന് വീണ് സർക്കാരിനെതിരെ വികാരമുള്ളവർക്ക്, അതല്ലെങ്കിൽ വ്യക്തിപരമായി രാഷ്ട്രീയമായി എന്നോട് വിരോധമുള്ളവർക്ക് ഒരു 10 ആൾക്ക് വളഞ്ഞിട്ടിന് ഭീകരമായിട്ട് അടിക്കാം. അടിച്ചത് കൊണ്ട് സർക്കാർ ഉയർത്തുന്ന ആശയം അവിടെ പരാജയപ്പെടുന്നില്ല. ഞാൻ ഉയർത്തുന്ന രാഷ്ട്രീയം അവിടെ പരാജയപ്പെടുന്നില്ല. രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി എന്നെ ആക്രമിക്കുന്നവരുടെ രാഷ്ട്രീയം അവിടെ വിജയിക്കുന്നുമില്ല. അതൊരു ജനാധിപത്യ രീതിയല്ല. അപ്പം ഇതും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഒരു ജനാധിപത്യപരമായ രീതിയല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ വരുന്നു എന്നുള്ള ഗൗരവമേറിയ പരിശോധന ബന്ധപ്പെട്ടവർ നടത്തണം. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന് നേരെ കുറേ കാലമായി ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധമല്ല KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. അല്പസമയം മുമ്പ് KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ ഒരു പ്രതിഷേധമല്ല KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നുള്ളൊരു ന്യായീകരണം അവരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.